നമ്മെ പഠിപ്പിക്കുന്നത് സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന യവനും ആദ്യ യഹൂദനും പിന്നെ യവനും അത് രക്ഷയിലേക്ക് ദൈവശക്തിയാകുന്നുവല്ലോ. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നല്ലോ. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് കയറുന്നതാണ് വിശ്വാസ ജീവിതമെന്ന് പറയുന്നത്. വിശ്വാസത്തിൽ മുന്നേറുന്നതാണ് വിശ്വാസ ജീവിതത്തിന്റെ പ്രത്യേകത. 1 യോഹന്നാൻ 5:4 പറയുന്നത് വിശ്വാസ ജീവിതമാണ് ജീവിതത്തിന്റെ വിജയമെന്ന്. നാം ജയിക്കണമെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നവരാകണം. ക്രിസ്തുവിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോയാൽ, ക്രിസ്തുവിൽ നിന്ന് നിങ്ങളുടെ കൂട്ടായ്മ വിട്ടുപിരിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് മുന്നേറാൻ കഴിയത്തില്ല. നിങ്ങളുടെ വിജയം അത് വിശ്വാസത്തിലാണ്. ആമേൻ. തിരുവചനം പഠിപ്പിക്കുന്നു, അപ്പോസ്തല പ്രവൃത്തി 18:10 പോയാൽ നാം വിശ്വസിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ രക്ഷ, ആത്മാക്കളുടെ രക്ഷയെ നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ മുമ്പോട്ട് പോകുവാൻ. വിശുദ്ധരെല്ലാവരും വിശ്വാസത്തിൽ ജീവിച്ചവരാണ്. വിശ്വാസം എന്നത് വിശ്വസിക്കുന്നില്ലെങ്കിൽ ആ വിശ്വാസ ഇല്ലായ്മ നിങ്ങളുടെ ജീവിതത്തിന്റെ മുറിവായിട്ട് മാറും. യേശുവിലുള്ള വിശ്വാസത്തിന്റെ ബലഹീനത നിങ്ങളുടെ ജീവിതത്തിന്റെ മുറിവും വേദനയായിട്ട് മാറും. തിരുവചനം പഠിപ്പിക്കുന്നു, നീ വിശ്വാസത്തിൽ മുന്നേറണമെന്ന്. വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, വിശ്വാസവും പ്രത്യാശയും സ്നേഹം നിലനിൽക്കുന്ന ഒന്നാണ്. ആത്മാക്കൾക്കായി വിശ്വസിക്കണം.